പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മോട്ടിവേഷൻ എന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. മോട്ടിവേഷൻ എന്ന വാക്ക് സ്ഥാനത്തും അസ്ഥാനത്തും യൂസ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇന്ന് ഏതാനും ദിവസമായിട്ട് എനിക്ക് കുവൈത്തിലെ പല സ്ഥലങ്ങളിൽ പോകാനുള്ള അവസരം ഉണ്ടായപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടിയ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കുവൈത്തിലെ കടലിനടുത്ത് കുവൈത്ത് നാഷണൽ ലൈബ്രറിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഏത് വിദേശ നാട്ടിൽ പോയാലും, പ്രത്യേകിച്ച് GCC നാടുകളിലൊക്കെ പോകാൻ അവസരമുണ്ടായപ്പോൾ, ദുബായിലും ഖത്തറിലും സൗദിയിലും അതുപോലെ തന്നെ കുവൈറ്റിലുമൊക്കെ വരാൻ അവസരമുണ്ടായ സമയത്ത് അവിടെയൊക്കെ നാഷണൽ ലൈബ്രറികളുണ്ട്. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത്. കുവൈറ്റിലെ ഈ നാഷണൽ ലൈബ്രറിയിൽ വന്നു നിൽക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ 5-6 നില കെട്ടിടം, ഈ കെട്ടിടത്തിലെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള മുഴുവൻ ഫ്ലോറുകളിലും പുസ്തകമാണ്. ലോകത്ത് ലഭ്യമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പുസ്തകങ്ങളും ഇവിടെയുണ്ട്. ഞാനൊരു ഇംഗ്ലീഷ് ഭാഷാധ്യാപകനാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ ഇവിടുത്തെ ഈ ലൈബ്രറിയുടെ ഈ പുസ്തകം സൂക്ഷിച്ച സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമാവാത്ത വളരെ ഓർഗാനിക്കായ, ലോകത്തുള്ള രാജ്യാന്തര പ്രശസ്തരായ എഴുത്തുകാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. വിൻസ്റ്റൺ ചർച്ചിൽ എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ദ ബ്രിട്ടൻ, അതുപോലെ അർണോൾഡ് ടോയിൻബിയുടെ എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഒക്കെ വീണ്ടും ഞാൻ ഇവിടെ നിന്നാണ് കാണുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, നിങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കൾക്ക്, നിങ്ങളുടെ സാംസ്കാരിക മത രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയിലെ ആളുകൾക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാടുകളിലേക്ക് നമ്മൾ സന്ദർശനത്തിന് വരിക. ഇവിടുത്തെ സൂക്കുകളിലും മാളുകളിലൊക്കെ കയറുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ നാഷണൽ ലൈബ്രറി നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഏറ്റവും മനോഹരമായി, ഇപ്പൊ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വായന ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരിങ്ങനെ ഒരു സ്ഥലത്തെത്തിയാൽ അവർ സ്വാഭാവികമായും മികച്ച വായനക്കാരാവും. അവർ അവരുടെ അറിവിന്റെ ലോകത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കും. അവരിലൂടെ നമുക്ക് വലിയ സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു നാട്ടിൽ പോയാലും ആ നാടിന്റെ നാഷണൽ ലൈബ്രറികൾ സന്ദർശിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് നല്ല ആശയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.